ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഈ ആഴ്ചയിലെ റിലീസുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. അശോക് സെൽവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത എമക്ക് തൊഴിൽ റൊമാൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ത്യക്ക് പുറത്തായിട്ട് ജനുവരി മാസം 31-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഫസ്റ്റ് സിംപ്ലി സൗത്തിന് 31-ാം തീയതിയും അതിനുശേഷം ആഹാ തമിഴ് വഴി ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത വരുൺ ധവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു, ഹിന്ദി മൂവിയായിരുന്നു. ബേബി ജോൺ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി സർപ്രൈസ് റിലീസിന് തയ്യാറെടുക്കാനുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ജനുവരി മാസം 31-ാം തീയതിയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ധ്യാൻ ശ്രീനിവാസ് ഒരു ക്യാമിയോ റോളിൽ വന്ന ഓശാന എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇതിനു മുമ്പേ പുറത്ത് വന്നിരുന്നു. ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജനുവരി മാസം 31-ാം തീയതി ഈ ഒരു സിനിമ ഓശാന എന്ന് പറഞ്ഞ ഈ ഒരു മലയാള സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് മനോരമ മാക്സ് വഴി. അടുത്ത് പിന്നെ നമ്മുടെ അജു വർഗീസ് അതുപോലെ തന്നെ അനന്യൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സ്വർഗ്ഗം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ മനോരമ മാക്സിൽ പുറത്ത് വന്നിരുന്നെങ്കിലും ഇപ്പോൾ സൺനെക്സിന്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജനുവരി മാസം 31-ാം തീയതി ഈ സിനിമ സൺനെക്സ്റ്റ് വഴി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. യുവർ കോഡിയലി ഇൻവൈറ്റഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. പോത്തു ഗഡ്ഡ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ എന്നുള്ളത് ETV വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത്. നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഈ സിനിമയുടെ റീലോഡ് വേർഷൻ ആയിരിക്കും, അതായത് 23 മിനിറ്റ് കൂടുതലുള്ള വേർഷൻ ആയിരിക്കും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാന്നുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നമുക്ക് പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.